ചാത്തന്നൂർ നിയോജകമണ്ഡലം കുടുംബ സദസ്സുകളിൽ യുഡിഎഫിന്റെ ബിജെപി പ്രണയം ചൂണ്ടിക്കാട്ടി എം മുകേഷ് എംഎൽഎ ഇഷ്ടതാരത്തെ കൊന്നപ്പൂവും ചാമ്പക്കയും നൽകിയും സദസ്സൊന്നാകെ സ്വീകരിച്ചു. എല്ലാ മതത്തിൽപ്പെട്ടവരെയും നെഞ്ചേറ്റിയ കലാകാരൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷിന് ഇത്തിക്കരയുടെ ആനന്ദക്കാറ്റിൽ പൂത്ത കൊന്നപ്പൂ നൽകി ആദിശനല്ലൂർ പ്ലാക്കാർഡിൽ ചേർന്ന കുടുംബയോഗത്തിൽ സ്വീകരിച്ചു. ഇതിനിടെ പ്രദീപൻ തൂലികയുടെ വീട്ടുമുറ്റത്തെ ചാമ്പമരത്തിൽ നിന്ന് ഇറുത്തെടുത്ത ചുവന്ന ചാമ്പയ്ക്ക 4ാം ക്ലാസ്സുകാരി ദക്ഷ കൈക്കുമ്പിളിൽ മുകേഷിന് കൈമാറി. UDF സ്ഥാനാർത്ഥികളുടെയും അവരെ നയിക്കുന്ന കോൺഗ്രസിൻ്റെയും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള BJP പ്രണയത്തെ മുകേഷ് മോദി സദ്യ മോദിയെ പുകഴ്ത്തിയത് ഉൾപ്പെടെയുള്ള തെളിവുകൾ നിരത്തി സമർത്ഥിച്ചു. പണ്ടെല്ലാം നമ്മൾ പറയും 2 മതേതര കക്ഷികളാണ് കേരളത്തിലുള്ളത്, ഒന്ന് UDF, ഒന്ന് LDF. UDF ഏതാ BJP ഏതാന്ന് ഇപ്പോൾ കണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഏത് നിമിഷവും ഇവിടെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ പേരൊന്നും പറയുന്നില്ല, കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇടയ്ക്കിടയ്ക്ക് പറയും പ്രധാനമന്ത്രി മോദിയെപ്പോലെ ഇത്രയും നല്ലൊരു മനുഷ്യൻ, രോമാഞ്ചം വന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ. പറഞ്ഞതാണ് ഇത്രയും ദൃഢതയുള്ള വേറൊരു നേതാവില്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. പിറ്റേ ദിവസം വളച്ചൊടിച്ചു എന്നൊക്കെ പറയാതൊക്കെ നമുക്കെല്ലാം മനസ്സിലാകും. മുൻ തെരഞ്ഞെടുപ്പിൽ ഈന്തപ്പഴ സ്വർണവും ബിരിയാണി സ്വർണവും ഉൾപ്പെടെ കിംവദന്തി പരത്തി ഇടതുപക്ഷത്തെ താറടിച്ചു. പക്ഷേ പ്രബുദ്ധ കേരളം 99 സീറ്റ് നൽകി ഇടതുപക്ഷത്തെ മാറോട് ചേർത്തു വെച്ചുവെന്നും മുകേഷ് ചൂണ്ടിക്കാട്ടി. ആദ്യത്തെ പിണറായി ഗവൺമെന്റ് വന്ന് രണ്ടാമത്തെ ഇലക്ഷൻ വന്നപ്പോൾ എന്തെല്ലാമായിരുന്നു ഇവിടെ. ED വന്നു, NIA വരുന്നു, കസ്റ്റംസ് വരുന്നു, പിന്നെ ഖുറാനകത്ത് സ്വർണം വരുന്നു, ഈന്തപ്പഴത്തിനകത്ത് സ്വർണം വരുന്നു. എങ്ങോട്ട് പോയതൊക്കെ കിംവദന്തികളായിരുന്നു, പുകമറയായിരുന്നു. 91 സീറ്റ് 99 ആയപ്പോൾ അതങ്ങ് തീർന്നു. കുടുംബ സദസ്സിൽ വെച്ച് മുകേഷിന്റെ പ്രിയമാതാവ് വിജയകുമാരിയമ്മയെക്കുറിച്ച് പ്രമുഖ ബാലസാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ സന്തോഷ് പ്രിയൻ എഴുതിയ 10,028 നാടകരാവുകൾ എന്ന കൃതി സന്തോഷിന്റെ മകൾ ഇളാപ്രിയൻ മുകേഷിന് നൽകി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.